ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫൂഡീസാ. അതെനിക്ക് തോന്നി കണ്ടാൽ തന്നെ. നിങ്ങളിപ്പോ എവിടെങ്കിലും പോയാ സിത്തുട്ടി എനിക്ക് വയ്യ എന്റെ പൊന്ന് സാറേ, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? സാറിന് മനസ്സിലായില്ല? വനജ. ഏത് വനജ? അങ്ങനൊന്നും ചോദിക്കരുത്. വനജ. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഇതിന്റെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പില് സിത്തൂട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. സിത്താരയോ? ഒറ്റ ഇതില് കണ്ടുപിടിച്ചല്ലോ. സിത്താര തന്നെ, സിത്താര. എന്തോരം പാട്ടുകളാ പാടി വെച്ചേക്കുന്നത്. എനിക്ക് ടെൻഷനുള്ള സമയത്തുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ആ ഫോണിൽ ഒരു പാട്ടിടും, അപ്പൊ തന്നെ കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് ആ പാട്ട് കേട്ട് തന്നെ ഞാൻ ഉണരുന്നതും. പിന്നെ എന്ത് രസമായിട്ടാ പാടി വെച്ചേക്കുന്നത്. എല്ലാ പാട്ടുകളും അതുപോലെ തന്നെയോ. എനിക്ക് വയ്യ. അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വന്നത്. അതെ, അതുകൊണ്ടാണ് വന്നത്. മനസ്സിലായില്ല സിത്തൂട്ടി? മനസ്സിലായില്ല? പൊന്നിൻ കണിക്കൊന്ന അടിമുടി പൂത്തുലഞ്ഞേ തന്തമീനങ്ങുന്ന മിന്നൽ കൊടിയാളിവളേ. മനസ്സിലായോ? മനസ്സിലായി. കമ്മലിട്ടോ മാലിട്ടില്ലേ? ഇല്ല. സ്റ്റൈലായിരിക്കും. എന്താ പറയാ എന്റെ ദൈവമേ. അങ്ങനെ എവിടെ പാത്തി വെച്ചേക്കുന്ന കുട്ടീനെ ഒന്ന് വിളിക്കോ? ആരെയാണ് വേണ്ടത്? സിത്താരിക്കുട്ടി വന്നെന്നും പറഞ്ഞാണോ വന്നേ? അതെ. ഓ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതാരാണെന്ന് മനസ്സിലായോ? ഞാൻ മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ലേ? ഇത് മൃദുലയും ഗൗരി, അവരെ എനിക്കറിയാം. സിത്താരി എവിടെ? അയ്യോ ഇത് നമ്മുടെ പുതിയ ഫ്ലവേഴ്സിൽ വരാൻ പോകുന്ന സിത്താര എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. സീരിയല്? അതെ, അതിലെ നായികമാരാണിത്. ആ സിത്താരെ കണ്ടിട്ടാണോ സിത്തുമണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത്? അതല്ല. സീരിയല് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഇതേ ഇത്രയുള്ള പ്രായത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതല്ലേ മോളെ. എന്തെങ്കിലും നോക്കുന്നേ? സീരിയലാണോ ഇത്? ഇങ്ങനെ നോക്കാതെ. കുറച്ചും കൂടി വലുതായിരുന്നു. അയ്യോ, ഇന്നലത്തെ എപ്പിസോഡിന്റെ ദൈവമേ സിത്താരയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്. കണ്ണു തെളിഞ്ഞിരുന്നു പോയി. എന്താ അഭിനയം, എന്താ ഒരു പെരുമാറ്റം. വീട്ടിൽ തന്നെ കേട്ടോ. അല്ല, ഇന്നലത്തെ എപ്പിസോഡില്ലേ? എപ്പിസോഡ് കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ എപ്പിസോഡ് കണ്ടില്ലല്ലോ. ഇതുവരെ തുടങ്ങിയിട്ടില്ല. വീണ്ടും പറ്റിച്ചു. അല്ല, എന്തെങ്കിലും തുടങ്ങുമല്ലോ. വേറൊന്നും വിചാരിക്കരുത്. ഈ സീരിയയുടെ ഏതെങ്കിലുമൊക്കെ കഥ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണല്ലോ. അതുപോലത്തെ കഥയല്ല. ഇത് കുറച്ച് ഡിഫറെന്റ്. പക്ഷേ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഈ സീരിയലാണ് സിനിമയെക്കാട്ടിൽ ഇഷ്ടം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ആ ഒരു ഇതുപോലുള്ള നിപ്പും, പിന്നെ അവർ തമ്മിലുള്ള ആ വഴക്കും, പ്രതികാര ബുദ്ധിമുട്ടുള്ള നോട്ടം ഒക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് വയ്യ. പിന്നെ ഷെഫെ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടറമ്പിലുണ്ടല്ലോ കുസുമോ എന്ന് പറയുന്നൊരു ചേച്ചി, ഒരൊറ്റ മോന് 10-35 വയസ്സായി. ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണോന്ന് ആ അമ്മയ്ക്ക് ഒരു നിർബന്ധമില്ല. ആ അമ്മയും മോനും അടയും ചക്കരയും പോലെ ജീവിക്കുന്നത്. ഞാൻ മുൻകൈ എടുത്തതേ ഈ പായസം വളക്കുന്ന പോലുള്ള എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല കല്യാണം കഴിക്കുന്നത്. ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാൻ നടത്തി കൊടുത്തു. എന്നിട്ട് എന്തോ ആയി, ഒരു പെണ്ണ് വന്ന അമ്പിളി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ല മോളെ. ഈ സീരിയലിൽ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് റിയൽ ലൈഫിലോട്ട് കിട്ടുന്നില്ല. അതുപോലെ ഒരു സ്നേഹം. പിന്നെ ഈ രഘു എന്ന് പറയുന്നവൻ ഒരു ഓട്ടം മേടിച്ചു. ഒരു ഓട്ടം മേടിച്ചോണ്ട് വന്ന് ഇട്ടോണ്ട് വന്ന പേരോ അമ്പിളി. ഞാൻ ചെന്ന് പറഞ്ഞു, കുസുമ ചേച്ചി ഇത് ശരിയല്ല. 10-35 വർഷമായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മോനാന്നോ ഓട്ടോ കൊച്ചു കൊണ്ടുപോയി, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അവര് പറയുക അവര് കാരണം ആ പേരിട്ടേന്ന്. അവര് പറഞ്ഞിട്ടാന്ന് ഈ പായസം തിളയ്ക്കുന്ന പോലെ അങ്ങ് ഇത് നമ്മുടെ ബ്ലൂബെറി സോർട്ട് ചെയ്തപ്പം അതിന്റെ പിങ്കിഷ് നീല നിറത്തിലുള്ള സാധനം പിങ്ക് കളറായിട്ട് മറന്നു കണ്ട. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയല്ലേ? അങ്ങനെ തരില്ല. ഇത് പായസം കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ട, ഇത് മെൽറ്റായി വരുമ്പോ ഈ നിറം ഇത് കാണല്ലേ? ഇതിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ബട്ടറിനകത്തും നെയ്ക്കകത്തും ആ ഈ ഒരു പഴം കറക്റ്റ് ആയിട്ട് മെൽറ്റായിട്ട് വരുവാണ്. ആ അമ്മായിമ്മയും മരുമോളും ഇതുപോലെ അങ്ങ് മെൽറ്റായി ഒന്നിച്ച് ജീവിക്കുക. ഒരൊറ്റ സെക്കൻഡ്. ഇത് ഒരു ഓണമാണ്. വളരെ സന്തോഷകരമായിട്ട് നമ്മളൊരു കേരളത്തിന്റെ പൈതൃകമായിട്ട് ഒരു പായസത്തിന്റെ ഒരു ഫ്യൂഷൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് വന്ന് ഒറ്റയടിക്ക് തന്നെ അങ്ങനെ പറഞ്ഞു വിടല്ലേ. എന്നിട്ട് റേഷൻ കാർഡിനകത്ത് പോലും അങ്ങനെയുള്ളൊരു ആളല്ല ഞാൻ. റേഷൻ കാർഡിനകത്ത് പോലും ചിരിക്കാതെ റേഷൻ കാർഡിനകത്ത് പോലും ആ കുസുമത്തിന്റെ പേര് വെക്കാതെ മരുമോടെ പേര് വെച്ചു. അപ്പോഴും ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഉടക്ക്, ഷെഫ് പറഞ്ഞ പോലെ ഉടക്ക്.